കഥയെ ആരംഭിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തിലാണ്. മൂത്ത മകളുടെ പേര് ശൈലജയെന്നാണ്. രണ്ടാമത്തവൾ ഇക്ര. മക്കളെ നന്നായി പഠിപ്പിക്കണം എന്നതാണ് ഷാഹിദയുടെ ആഗ്രഹം. ഷാഹിദയുടെ ഭർത്താവ് ഹക്കീം കടുംപിടുത്തക്കാരനായ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. ഒരു മധ്യവയസ്കൻ. അമ്മായിയമ്മയാകട്ടെ തന്റെ മകൻ പറയുന്നതിനനുസരിച്ച് നിൽക്കൂ. മകൻ എന്ത് തെറ്റ് ചെയ്താലും അതവർക്കൊരു പ്രശ്നമേയല്ല. എപ്പോഴും അവർ മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നൊരു ദിവസം ഷാഹിദ തന്റെ ഭർത്താവ് അറിയാതെ മെഹ്റീൻ എന്ന തന്റെ സുഹൃത്തിനെ കാണാൻ പോയി. അവളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ മൂത്ത മകളുടെ പ്രൈമറി വിദ്യാഭ്യാസം പൂർണ്ണമായി. അവളെ തുടർന്ന് പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളൊന്നുമില്ല. അടുത്ത മാസ്റ്റർ ജി ആൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. മാസ്റ്റർ ജിയുടെ അടുത്തെത്തി എന്റെ മകളെയും കൂടി പഠിപ്പിക്കാമോ എന്ന് ഞാൻ ചോദിക്കാൻ പോകുവാണ്. അന്ന് ഷാഹിദയുമായി കണ്ട് സംസാരിച്ച ശേഷം മെഹ്റീൻ തന്റെ വീട്ടിലേക്കെത്തിയപ്പോൾ അവളുടെ പിതാവിരിക്കുന്നുണ്ട്. ഷാഹിദയെ കണ്ടിട്ടാണ് മെഹ്റീൻ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതും പിതാവ് അവളോട് ദേഷ്യപ്പെട്ടു. പിന്നാലെ പറഞ്ഞു, ആ സ്ത്രീയെ പറ്റി എന്തൊക്കെയാ നാട്ടുകാർ പറയുന്നതെന്നറിയാമോ? അവര് ഭർത്താവിന്റെ വാക്കൊന്നും കേൾക്കാതെ നടക്കുന്നവളാ. മക്കളെ പഠിപ്പിക്കാൻ നടക്കുക. അതുകൊണ്ട് അവളുമായിട്ട് വലിയ കൂട്ടൊന്നും നിനക്ക് വേണ്ട. മെഹ്റീൻ ഒന്നും തന്നെ മിണ്ടിയില്ല. ഷാഹിദയുടെ വീട്ടിലേക്ക് വന്നാൽ ഹക്കീം വീട്ടിലില്ലാത്ത സമയത്തൊക്കെ കുട്ടികളും ഷാഹിദയും വലിയ സന്തോഷത്തിലായിരിക്കും. ഷാഹിദയ്ക്ക് ചുറ്റും കുട്ടികൾ എപ്പോഴും ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഹക്കീമിന്റെ തലവെട്ടം കണ്ടാൽ കുട്ടികൾ നിശബ്ദരാകും. വീടിന്റെ ഉള്ളറകളിലേക്ക് അവർ ഓടിയൊളിക്കും. പിന്നെ വീടാകെ നിശബ്ദമായി ആരുമില്ലാത്ത ഒരിടം പോലെ മാറും. ഭയം മാത്രം അവിടെ തളം കെട്ടും. ഷാഹിദയുടെ ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളും അധികം മിണ്ടാറുണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരുമൊക്കെ അതിൽ നിന്ന് അവരെ വിലക്കിയിട്ടുണ്ടത്രേ. ഷാഹിദ ചെയ്ത തെറ്റെന്തെന്നല്ലേ? അവൾ പെൺമക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. അവളുടെ ഉള്ളിലെ ദുഷ്ടത്തരം അവൾ മറ്റുള്ളവരിലേക്കും പകരും. അതുകൊണ്ട് നിങ്ങൾ അവളുടെ കമ്പനി കൂടരുത് എന്നാണ് ഭർത്താക്കന്മാരും സഹോദരന്മാരും അവരുടെ പെണ്ണുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ എല്ലാം അഭിപ്രായത്തിൽ ഷാഹിദയ്ക്ക് ഭ്രാന്താണ്. ഷാഹിദയുടെ ഭർത്താവ് ഹക്കീം ഇടയ്ക്കൊക്കെ അവിടുത്തെ ബാബയെ കാണുവാൻ വേണ്ടി പോകും. ബാബ ഹക്കീമിന് ഉപദേശവും നൽകും. അയാൾ അന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയെ നീ നിലക്ക് നിർത്തണം. നിന്റെ വീട്ടിലെ അധികാരി നീയായിരിക്കണം. നീ പറയുന്നത് വേണം എല്ലാവരും അനുസരിക്കുവാൻ. അല്ലാതെ ഭാര്യയെ തോന്നിയ വഴിക്ക് നടക്കാൻ വിടുകയല്ല വേണ്ടത്. പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കേട്ടതും ഹക്കീം ഒന്ന് കുപിതനാകുന്നുണ്ട്. പക്ഷേ ദേഷ്യം പുറത്തു കാട്ടാൻ പറ്റില്ലല്ലോ. അയാൾ അത് ഉള്ളിൽ സൂക്ഷിച്ചു. ഹക്കീം അന്ന് തിരികെ വീട്ടിലേക്കെത്തിയപ്പോൾ ഷാഹിദ് ഹക്കീമിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. മകളുടെ തുടർപഠന കാര്യമായിരുന്നു അവൾക്ക് പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഹക്കീം വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. ഗ്ലാസ് വലിച്ചെറിഞ്ഞു. ഷാഹിദയ്ക്ക് എഴുന്നേറ്റ് ചെന്ന് ഷാഹിദയെ കുത്തിന് പിടിച്ചു. എന്നിട്ട് പറയാൻ തുടങ്ങി, എന്റെ ഉമ്മ രോഗിയായിരുന്നു. അവരെ നോക്കാൻ ഒരാളെ വേണമായിരുന്നു. അതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ ഒരു വിധവയൊക്കെ ആര് വന്ന് വിവാഹം കഴിക്കാനാ? അതുകൊണ്ട് നീ എന്റെ തലേ കയറാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മാത്രം മതി. ഷാഹിദയെ വൃദ്ധയെന്ന് വിളിച്ച അയാൾ ഇനി മേലാൽ ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്റെ നാക്ക് മുറിച്ച് താഴെയിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹക്കീം അവിടെ നിന്ന് പോയി. ഷാഹിദ തന്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. അമ്മായിയമ്മയെ പരിപാലിക്കുന്ന സമയത്ത് അവർ ഷാഹിദയോട് സംസാരിച്ചു. ഭർത്താക്കന്മാര് എല്ലാത്തിനും ഓരോ നിയന്ത്രണ രേഖകൾ വെക്കും. അത് താണ്ടി നമ്മൾ പോവാൻ പാടില്ല. അത് തെറ്റാണ്. എന്റെ മകൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അവൻ എന്ത് പറയുന്നോ അത് മാത്രമേ നീ അനുസരിക്കാവൂ. നിന്നെപ്പോലൊരു വിധവയെ കല്യാണം കഴിച്ച് എന്റെ മകൻ വലിയ കാര്യമാ ചെയ്തത്. അല്ലേലൊരു വിധവയൊക്കെ ആര് കല്യാണം കഴിക്കാനാ? അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം. അത് കേട്ട് ഷാഹിദ പറഞ്ഞു, എന്റെ 16-ാം വയസ്സിലാ ഞാൻ വിധവയായത്. അന്നു മുതൽ അതിന്റെ വില പലിശ എന്നോണം ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ഉടനെ അവളുടെ അമ്മായിയമ്മ പറഞ്ഞു, ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാത്തവര് നരകത്തിന്റെ അടിത്തട്ടിലാണ്. ആൺകുട്ടികൾക്കായുള്ള മാസ്റ്റർ ജിയുടെ ക്ലാസുകൾ ഗ്രാമത്തിലെപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഷാഹിദയുടെ മൂത്ത മകൾ അവിടെ പോയി കുറച്ചുനേരം നോക്കി നിൽക്കും. ശേഷം അവിടെ നിന്ന് തിരികെ പോരും. പുറത്തുനിന്നും സംഘടിപ്പിച്ച ചില ബുക്കുകൾ അവൾക്ക് കിട്ടിയിരുന്നു. വാപ്പയില്ലാത്ത സമയം നോക്കി 2 പെൺകുട്ടികളും ചേർന്ന് അത് വായിക്കും. വാപ്പ വരുന്നത് കണ്ടാൽ വേഗത്തിൽ ആ ബുക്കുകൾ ഒളിപ്പിച്ചു വെക്കും. തങ്ങൾ വായിക്കുന്നത് കണ്ടാൽ വാപ്പ ദേഷ്യപ്പെടുമെന്നും ഉപദ്രവിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അവരുടെയൊക്കെ ചിന്തകൾ പ്രകാരം പെൺകുട്ടികൾ പഠിക്കുന്നതേ വലിയ തെറ്റ്
നൈറ്റായിരുന്നു. അന്ന് തിരികെ വന്നപ്പോൾ ഹക്കീം ഷാഹിദയോട് പറഞ്ഞു, എന്റെ സുഹൃത്തിന്റെ അമ്മയ്ക്ക് വലിയ സുഖമില്ല, വയ്യാതെ കിടക്കുവാണ്, അവരെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ ഷാഹിദയെയും കൂട്ടിക്കൊണ്ട് അയാൾ സുഹൃത്തിന്റെ അമ്മയെ കാണാൻ പോയി. സുഹൃത്തിന്റെ വീട്ടിലെത്തി അവരങ്ങനെ തുടരുമ്പോഴാണ് സുഹൃത്തിന്റെ ചെറിയ പെൺകൊച്ച് അങ്ങോട്ടേക്ക് വന്നത്. ഹക്കീമിന്റെ കണ്ണുകൾ അവളുടെ മേൽ പതിച്ചു. വല്ലാത്തൊരു ദുഷ്ടഭാവത്തോടെ അയാൾ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. ഷാഹിദയും അത് നോക്കിക്കണ്ടു. അവരന്നവിടെ നിന്ന് തിരികെ പോന്നു. ഹക്കീമിന്റെ അടുക്കൽ ഒരു പയ്യൻ കണക്കെഴുതാൻ കൂട്ടാനും മറ്റും പഠിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഹക്കീം ആ പയ്യനടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. അടുത്തിരുന്ന് ഷാഹിദ വേഗത്തിൽ അതിന് മറുപടി പറഞ്ഞു. ഹക്കീമിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഹക്കീം പറഞ്ഞു, പെണ്ണുങ്ങളുടെ സ്ഥാനത്ത് നിന്നാ മതി, അല്ലാതെ ആണാവാൻ നോക്കണ്ട. അന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഹക്കീം ഷാഹിദയോട് പറഞ്ഞു, അടുത്ത ദിവസം പുലർച്ചെ തന്നെ എനിക്ക് നഗരത്തിലേക്ക് പോകണം, അതുകൊണ്ട് രാവിലെ തന്നെ വിളിക്കണം, പ്രഭാത ഭക്ഷണവും തയ്യാറാക്കിയേക്കണം. ഷാഹിദയ്ക്ക് അത് കേട്ട് സന്തോഷം തോന്നുകയായിരുന്നു ചെയ്തത്. അതിനൊരു കാരണവുമുണ്ട്. അവൾക്കന്ന് മാസ്റ്റർജിയെ കാണാൻ പോകാം. മകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അദ്ദേഹവുമായി സംസാരിക്കാം. അടുത്ത ദിവസം ചിന്തിച്ച പോലെ തന്നെ ഷാഹിദ മാസ്റ്റർജിയെ കാണാൻ പോയി. മാസ്റ്റർജിക്കടുത്ത് സംസാരിച്ചു. ഞാനൊരു ബലഹീനയായ ഒരു സ്ത്രീയാണ്, എന്നെക്കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ സമൂഹത്തിൽ എനിക്കൊരു വില പോലുമില്ല. പക്ഷെ മാസ്റ്റർജി പറഞ്ഞു, ആര് പറഞ്ഞു? നീ നിന്റെ ഉള്ളിലെ ശക്തി തിരിച്ചറിയണം. നീ മറ്റാരെക്കാളും കുറഞ്ഞവളല്ല, വേണമെന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് എന്തും സാധിക്കും. ഷാഹിദ പിന്നാലെ തന്റെ മകളുടെ കാര്യം പറഞ്ഞു. അവളുടെ തുടർ പഠനത്തിന്റെ കാര്യങ്ങൾ മാസ്റ്റർജിക്കും മനസ്സിലാകുമായിരുന്നു. മാസ്റ്റർജി ഷാഹിദയ്ക്ക് നഗരത്തിലുള്ള ഒരു ഷോപ്പിന്റെ അഡ്രസ് എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തുടർ പഠനത്തിന് അവൾക്ക് വാങ്ങേണ്ടുന്ന പുസ്തകങ്ങൾ ഈ കടയിൽ കിട്ടും. പുസ്തകങ്ങൾ വാങ്ങി വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. എല്ലാ സഹായങ്ങൾക്കും ഞാൻ കൂടെയുണ്ടാകും. ഷാഹിദയുടെ മക്കളെ അങ്ങോട്ടേക്ക് പഠിക്കാൻ അയക്കൽ ഷാഹിദയെ കൊണ്ട് സാധിക്കില്ല എന്ന് മാസ്റ്റർജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു കാര്യം പറഞ്ഞുകൊടുത്തത്. ടൗണിൽ പോയി ഹക്കീം തിരികെ വന്നപ്പോ ഷാഹിദ അയാളോട് സംസാരിച്ചു. ഷാഹിദ പറഞ്ഞു, മൂത്ത മകൾക്ക് തീരെ സുഖമില്ല, ടൗണിലെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണണം. പക്ഷേ ഹക്കീം പറഞ്ഞു, എനിക്ക് ഇവിടെ പാടത്ത് വേണ്ട ജോലിയുണ്ട്, അങ്ങനൊന്നും ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീട്ടിൽ പോ, അവിടുന്ന് നിന്റെ വാപ്പയെയും കൂട്ടിക്കൊണ്ട് നേരെ ടൗണിൽ പോയി ഡോക്ടറെ കാണിക്ക്. പക്ഷേ ഷാഹിദയ്ക്ക് അങ്ങനെ ആരുമായും ടൗണിൽ പോവാൻ പറ്റില്ല. ബുക്ക് വാങ്ങണമെങ്കിൽ തനിച്ചു പോയേ പറ്റൂ. എന്തായാലും ഷാഹിദ എന്ന് തന്റെ വീട്ടിലേക്ക് ചെന്നു. തന്റെ ഉമ്മയെ കണ്ടു. ഉമ്മയോട് സംസാരിക്കുമ്പോ ചില കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി. ഷാഹിദയ്ക്ക് ഒരു സഹോദരനുണ്ട്. അവനിപ്പോൾ ആരാധനയുടെ പേര് പറഞ്ഞു നടക്കുകയാണ്. മറ്റു ജോലിക്കൊന്നും പോകുന്നില്ല. ഒരു ബാബയുടെ കീഴിൽ അവനിങ്ങനെ ഓരോ ആരാധനാ രീതികളുമായി തുടരുന്നു. അവന്റെ ഈ രീതികൾ കാരണം അവന്റെ വാപ്പയ്ക്ക് പോലും അവനെ ഇപ്പോൾ തീരെ ഇഷ്ടമല്ല. അവൻ വീട്ടിലേക്ക് വരാറുപോലുമില്ല. ഷാഹിദയുടെ അമ്മ ഷാഹിദയോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഞാൻ കാണുന്നതാ നിന്റെ മുഖം ദേഷ്യത്തിൽ ദാ ഇങ്ങനെ തന്നെ ഇരിക്കുവുള്ളൂ. ഇത്തരം വർഷങ്ങളായില്ലേ, ഇനിയെങ്കിലും എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പാടില്ലേ? ഈ കുറ്റപ്പെടുത്തലും സമാധാനപ്പെടുത്തലും എല്ലാം ഒന്ന് നിർത്താമോ? നിങ്ങൾ ഒരുപാട് സംസാരിക്കണ്ട. കുട്ടിക്കാലത്ത് കുഞ്ഞായിരുന്നപ്പോഴേ എന്റെ കല്യാണം നടത്തി. എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? വിധവയായ ഒരു മകളെ. എന്നിട്ടോ ഹക്കീമിനെ പോലെ ഒരുത്തന്റെ കൂടെ നിങ്ങൾ എന്നെ വീണ്ടും കെട്ടിച്ചയച്ചു. ഷാഹിദയുടെ അമ്മ പറഞ്ഞു, മോൾക്ക് നല്ലത് വരാൻ വേണ്ടി ചെയ്തതല്ലേ. മോളെ അമ്മ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ മോള് ചെറുപ്രായത്തിൽ വിധവയായി വീട്ടിൽ കഴിയുന്നത് എനിക്കെങ്ങനെ സഹിക്കാനാ? അതുകൊണ്ടാ വിധവയായ ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൻ വന്നപ്പോ അവന് വിവാഹം ചെയ്തു കൊടുത്തത്. മോൾ ആലോചിച്ചു നോക്കിക്കേ, ഒരു വിധവയായ അവൻ കല്യാണം കഴിച്ചത്. അതിനെ നീ വലിയ രീതിയിൽ നോക്കിക്കാണണം. അന്ന് വൈകുന്നേരം ഒരു സംഭവമുണ്ടായി. ഹക്കീം തന്റെ ഉമ്മയ്ക്കടുത്തെത്തി സംസാരിക്കുന്നത് ഷാഹിദ കേട്ടു. തന്റെ സുഹൃത്തിന്റെ ചെറിയ മകളെ ഹക്കീം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ഉമ്മയോട് അവിടെ ചെന്ന് പെണ്ണ് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടതും ഷാഹിദയുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് താഴെ വീണു. ഹക്കീം അങ്ങോട്ടേക്ക് വന്ന് ദേഷ്യത്തിൽ ഷാഹിദയെ ഒന്ന് നോക്കി. കാര്യം ശരിയാണ്, ഹക്കീമിന് ഷാഹിദയെ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ മകളുടെ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ അയാൾ വിവാഹം ചെയ്യുകയെന്ന് വെച്ചാൽ ഷാഹിദയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അവിടെ ഒരു കാളയോട്ട മത്സരമുണ്ടായിരുന്നു. ഹക്കീം അത് കാണുവാൻ പോയി. ഈ അവസരം മുതലാക്കി ഷാഹിദ മാസ്റ്റർജിയുടെ അടുത്തു ചെന്നു. മാസ്റ്റർജിയോട് സംസാരിച്ചു. തനിക്ക് നഗരത്തിൽ പോവാൻ സാധിച്ചില്ല, കഴിയുമെങ്കിൽ മാസ്റ്റർജി നഗരത്തിൽ പോകുമ്പോൾ ബുക്ക് വാങ്ങിക്കൊണ്ടുവരണം അവൾ മാസ്റ്റർജിയോട് ആവശ്യപ്പെട്ടു. ഇതേ സമയം മറുവശത്ത് ഹക്കീമിന്റെ ഉമ്മ സുഹൃത്തിന്റെ വീട്ടിൽ അവന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നിരുന്നു. അത്രയധികം
വളരെയധികം പ്രായവ്യത്യാസം ഉണ്ടായിരുന്നിട്ടും ഹക്കീമിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആ പിതാവ് ഒരുക്കമായിരുന്നു. അവരുടെ വിവാഹം അവിടെ വെച്ച് തന്നെ നിശ്ചയിക്കപ്പെട്ടു. അധികം വൈകാതെ വിവാഹം നടക്കും. ഷാഹിദ അത് കേട്ട് ബോധം കെട്ടു വീണില്ലെന്നേയുള്ളൂ. എന്തായാലും അവൾ ചിലത് തീരുമാനിച്ചുറപ്പിച്ചു. അടുത്ത ദിവസം ഹക്കീം വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെ കാണാൻ ഷാഹിദ ചെന്നു. അവളോട് സംസാരിച്ചു. വാക്കുകൾ കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. പിന്നാലെ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് ആ പെൺകുട്ടിയുമായി ഷാഹിദ അവിടെ നിന്ന് നടന്നു പോവാൻ തുടങ്ങി. വിവാഹ ദിവസം അവളെ അവിടെ നിന്ന് മാറ്റുവാനായിരുന്നു ഷാഹിദ ചിന്തിച്ചത്. പക്ഷേ ഷാഹിദ അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ വഴിയിൽ വെച്ച് ആ പെൺകുട്ടിയുടെ പിതാവ് അവരെ ഒന്നിച്ചു കണ്ടു. വലിയ പ്രശ്നമുണ്ടാക്കിയ അയാൾ തന്റെ മകളെ വലിച്ചിഴച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആ വിവരം ഹക്കീമിന്റെ ചെവിയിലും എത്തിയിരുന്നു. അന്ന് തിരികെ വീട്ടിലെത്തിയ ഹക്കീം ഷാഹിദയെ ക്രൂരമായി മർദ്ദിച്ചു. മക്കൾ അത് കണ്ട് ഭയന്നു നിന്നിരുന്നു. തല്ലിക്കഴിഞ്ഞ് ഒടുവിൽ ഹക്കീം പിൻവാങ്ങിയപ്പോ മക്കൾ ചെന്ന് ഷാഹിദയെ കെട്ടിപ്പിടിച്ചു. അവരുടെ ഉള്ളിലും വലിയ തോതിൽ ഭയം വിതയ്ക്കപ്പെട്ടിരുന്നു. ഷാഹിദ തന്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അവളുടെ ഉമ്മ ഷാഹിദയെ സമാധാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഉമ്മയുടെ സമാധാന വാക്കുകൾ ഷാഹിദയെ കൂടുതൽ മുറിവേൽപ്പിച്ചു. ഉമ്മ പറഞ്ഞു, എപ്പോഴും നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നിന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ലേ? നിനക്കും നിന്റെ മക്കൾക്കും വസ്ത്രങ്ങൾ കിട്ടുന്നില്ലേ? അന്തസ്സോടെയുള്ള ഒരു ജീവിതമല്ലേ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ? പിന്നെ നിനക്ക് എന്തിന്റെ കുഴപ്പം ഇത്? നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകുന്നേ? ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചാ പോരെ? ഷാഹിദ ഒന്നും മിണ്ടിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഷാഹിദയ്ക്ക് അറിയാമായിരുന്നു. അവൾ തിരികെ തന്റെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഒടുവിൽ ആ ദിവസം എത്തി. ഹക്കീമിന്റെ വിവാഹ ദിവസം. വിവാഹം ചെയ്ത് കൊച്ചു പെൺകുട്ടിയുമായി ഹക്കീം ഷാഹിദയ്ക്ക് മുമ്പിലെത്തി. ഷാഹിദയും ഹക്കീമിന്റെ മക്കളും അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയൊന്നു നോക്കിയിരുന്നു. ഹക്കീം ഷാഹിദയ്ക്ക് അടുത്തെത്തി പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്ക്, പിന്നെ രാത്രിയിലേക്ക് വേണ്ടി അവളെ അങ്ങ് തയ്യാറാക്കിയേക്ക്. ഷാഹിദയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിവില്ലായിരുന്നു. ഷാഹിദ ആ ചെറിയ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുത്തു. ആ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാഹിദയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് രാത്രിയിൽ ഷാഹിദ ഏറെ മോശമായ ഒരു സ്വപ്നം കണ്ടു. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് ഷാഹിദ കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ്. ആ ചെറിയ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവ്യക്തമാണ്. ആരും അതിനെപ്പറ്റി ചോദിച്ചില്ല. ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നുമില്ല. ആർക്കും അതറിയുകയേ വേണ്ട എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഷാഹിദ ഏറെ ദുഃഖത്തോടെ എല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. ഷാഹിദയെ അത് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു. ഷാഹിദ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതായി, ഒന്നും ചെയ്യാതായി. ഷാഹിദയുടെ അമ്മായിയമ്മ ഒരിക്കൽ ഹക്കീമിനോട് പറഞ്ഞു, അവളിപ്പോ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരാറേയില്ല, എപ്പോഴും ഒന്നും മിണ്ടാതിരിക്കലാണ്. എന്തോ അതൊക്കെ കാണുമ്പോ എനിക്കെന്തോ പേടി തോന്നുന്നു, മോശമായതെന്തോ സംഭവിക്കാനുള്ളതുപോലെ. അങ്ങനെയൊന്നും ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. ഉമ്മ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ച് വിഷമിക്കണ്ട. അതായിരുന്നു ഹക്കീമിന്റെ മറുപടി. കുറച്ച് ദിവസം കൊണ്ട് അവൾ ഓക്കെ ആയിക്കോളും എന്നും അയാൾ പറഞ്ഞു വെച്ചു. ഷാഹിദയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഷാഹിദയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് താനും അതേ വീട്ടിലുണ്ടായിരുന്നു. തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. തന്നെ ഷാഹിദ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം ഷാഹിദ ഒരു കാഴ്ച കണ്ടു. മരണപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ വധുവിന്റെ കോസ്റ്റ്യൂമെല്ലാം ധരിച്ച് ഷാഹിദയുടെ പെൺമക്കൾ എങ്ങനെയാണ് വിവാഹം എന്നതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഹിദ അത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. അവരെ വഴക്ക് പറഞ്ഞു, ഇത്തരത്തിലുള്ള കളികൾ ഒരിക്കലും കളിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഒച്ചയെടുത്തു. ശേഷം മക്കളുടെ അടുത്ത് വന്ന് അവരെ ചേർത്തു പിടിച്ചു. തന്റെ മക്കൾക്കും തന്റെ വീട്ടിലേക്ക് വന്ന അതേ പെൺകുട്ടിയുടെ അവസ്ഥയുണ്ടാകുമോ എന്നൊക്കെയായിരുന്നു ഷാഹിദയുടെ ഭയം. അടുത്ത ദിവസം ഒരവസരം കിട്ടിയപ്പോ ഷാഹിദ കൂട്ടുകാരി മെഹ്റീനെ കാണാൻ പോയി. ഹക്കീമിനെ പറ്റിയും നടന്ന കാര്യങ്ങളെ പറ്റിയും അവളോടവർ പറയാൻ തുടങ്ങുമ്പോഴേക്കും മെഹ്റീന്റെ വാപ്പ വന്നു. അതുകൊണ്ട് ഷാഹിദയ്ക്ക് വേഗം മടങ്ങേണ്ടി വന്നു. പോകുന്ന വഴിയിൽ ഷാഹിദ തന്റെ സഹോദരനെ കണ്ടു. ഷാഹിദയുടെ അവസ്ഥയെപ്പറ്റിയൊക്കെ സഹോദരൻ അറിയാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ അവന് പറ്റുമായിരുന്നില്ല. അവനൊരുക്കവുമായിരുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് മാത്രം പറഞ്ഞ് സംസാരത്തിനു ശേഷം അവൻ അവിടെ നിന്ന് നടന്നകന്നു. അടുത്ത ദിവസം ഷാഹിദയുടെ വീട്ടിലേക്ക് ഒരു കുട്ടി വന്നു. കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമുണ്ട്. മാസ്റ്റർജി പറഞ്ഞുവിട്ടതാണെന്നും ഈ പുസ്തകങ്ങൾ തരാൻ പറഞ്ഞുവെന്നും ആ പയ്യൻ അറിയിച്ചു. ഷാഹിദ പുസ്തകങ്ങൾ വാങ്ങി. പക്ഷേ അവളിൽ വലിയ സന്തോഷം കാണപ്പെട്ടിരുന്നില്ല. മരണപ്പെട്ടുപോയ ആ കുട്ടിയെ പറ്റിയുള്ള ഓർമ്മകൾ ഷാഹിദയെ വല്ലാതാക്കുന്നുണ്ടായിരുന്നു. ഷാഹിദ മുറിയിൽ നിന്നധികം പുറത്തു വരാറില്ലല്ലോ. മക്കളെയും അവൾ കൂടെയിരുത്തി പുസ്തകങ്ങൾ ഓരോന്ന് അവർക്കൊപ്പം ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം ഇതിങ്ങനെ തുടർന്നപ്പോ ഷാഹിദയുടെ അമ്മായിയമ്മയ്ക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. ഒരു ദിവസം
ദിവസം ഹക്കീം വന്നപ്പോ അവരെ കാര്യം പറഞ്ഞു. ഷാഹിദ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, മക്കളുമായിട്ട് എപ്പോഴും മുറിക്കകത്ത് അടച്ചിരിപ്പാണ്. ഞാൻ വിളിച്ചാൽ മാത്രം വന്നൊന്ന് പുറത്തേക്ക് നോക്കും. അത് കേട്ടതും ഹക്കീമിനും വല്ലാത്ത സംശയം തോന്നി. ഹക്കീം മുറിക്കകത്തേക്ക് കയറി ചെന്നു, മുഴുവൻ പരിശോധിച്ചു. ഒടുവിൽ കുട്ടികളുടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പുസ്തകങ്ങൾ അയാളുടെ കയ്യിൽ കെട്ടി. ദേഷ്യത്തോടെ അതെടുത്ത് പുറത്തേക്കിറങ്ങിയ അയാൾ അതൊക്കെ തീയിട്ട് നശിപ്പിച്ചു. അടുത്തൊരു ദിവസം ഹക്കീം ഉമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു വിവാഹാലോചനയുണ്ട്. നഷീനില്ലേ, അവന്റെ കസിന്റെ മകൾ. അത് കേട്ടതും ഹക്കീമിന്റെ ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഹക്കീം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നു. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമേ ആയിരുന്നില്ല. അവരെ സംബന്ധിച്ച് അതൊക്കെ ശരികൾ മാത്രമാണ്. അടുത്ത ദിവസം ഷാഹിദ കുറെ ചോളവുമായി വീട്ടിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു സ്ത്രീ ഷാഹിദയെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. ഹക്കീമിന് വിവാഹം ആലോചിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഉമ്മയാണ്. അവർ ഷാഹിദയോട് അപേക്ഷിച്ചു, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സ് മാറ്റണം. അയാൾക്കത്രയും പ്രായമില്ലേ? എന്റെ മകൾക്ക് നിങ്ങളുടെ മകളുടെ പ്രായമേയുള്ളൂ. രക്ഷിക്കണം, അവളെ സംരക്ഷിക്കണം. ഷാഹിദ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അധികം വൈകാതെ അത് തന്നെ സംഭവിച്ചു. ഹക്കീം ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു വീട്ടിലേക്കെത്തി. ഷാഹിദ അവിടെ ഉണ്ടായിരുന്നു. ഷാഹിദ പറഞ്ഞു, ആ പെൺകുട്ടിയെ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. ദേഷ്യത്തിൽ ഹക്കീം ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്? ഷാഹിദ പറഞ്ഞ കാര്യം വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നു. ആ പെൺകുട്ടിയെ തിരികെ അയച്ചേ പറ്റൂ. പിന്നാലെ ദേഷ്യത്തിൽ ഹക്കീം തന്റെ ടർബൻ അഴിച്ച് അവിടെ നിന്ന് മുറിക്കകത്തേക്ക് കടന്നു. എന്തോ തിരയാൻ ആരംഭിച്ചു. അയാൾ തിരഞ്ഞുകൊണ്ടിരുന്നത് അയാളുടെ തോക്കായിരുന്നു. പക്ഷെ അതിനോടകം ആ തോക്ക് ഷാഹിദയെടുത്ത് തന്റെ കയ്യിൽ കരുതിയിരുന്നു. ഹക്കീം ഇറങ്ങി വന്നപ്പോ ഷാഹിദ തോക്ക് ചൂണ്ടി. ഹക്കീം അടുത്തിരുന്ന് കോടാലിയെടുത്ത് ഷാഹിദയെ കൊല്ലാൻ പാഞ്ഞെടുത്തു. ഷാഹിദ ഒട്ടും മടിച്ചില്ല, കാഞ്ചി വലിച്ചു. തോക്കിൽ നിന്ന് വെടിയുണ്ട പാഞ്ഞ് ഹക്കീമിന്റെ ജീവൻ എടുത്തു. ഷാഹിദ പിന്നാലെ ആ കൊച്ചുകുട്ടിയെ തന്നോട് ചേർത്ത് പിടിച്ചു. അവളുടെ ജീവൻ ഷാഹിദ സംരക്ഷിച്ചു. ആ ഒരു ആശ്വാസമായിരുന്നു ഷാഹിദയ്ക്ക് തോന്നിയത്. ഹക്കീമിന്റെ ഉമ്മ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഹക്കീം എന്തു തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അതൊന്നും തെറ്റുകളായിരുന്നില്ല. ഷാഹിദ ചെയ്തതായിരുന്നു ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് തന്നെ ഷാഹിദയെ വധശിക്ഷയ്ക്ക് വിധേയയാക്കാൻ വേണ്ടി വിധി വന്നു. ഗ്രാമസഭ കൂടി അവിടുള്ളവർ അതങ്ങ് തീരുമാനിച്ചു. വിവരമറിഞ്ഞ് മൂത്തമകൾ ഭയപ്പെട്ടു. ഷാഹിദയ്ക്കടുത്തെത്തി അവൾ ആ കാര്യം പറഞ്ഞു. ഷാഹിദ തന്റെ മകളെ ആശ്വസിപ്പിച്ചു. അവൾക്ക് ധൈര്യം പകർന്നു. തന്റെ ചുമക്കകൾ ഊരി നൽകി. നിങ്ങൾ മുമ്പോട്ട് ജീവിക്കണം, പഠിക്കണമെന്ന് ഉപദേശിച്ചു. വൈകാതെ ഷാഹിദ പിടികൂടപ്പെട്ട് വധശിക്ഷയ്ക്കായി കൊണ്ടുപോകപ്പെട്ടു. ഷാഹിദയുടെ സഹോദരനായിരുന്നു ഷാഹിദയുടെ കവർ കുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ഷാഹിദ വധിക്കപ്പെട്ടു. അവൾ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. തന്റെ സഹോദരിയുടെ കവറിനടുത്തിരുന്ന് കുഴിമാടത്തിനടുത്തിരുന്ന് ആ സഹോദരൻ വേദനിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ചെയ്യാതിരുന്നവർക്ക് പിന്നീട് വേദനിക്കാൻ എന്താണ് അവകാശമെന്ന് ഒരു വട്ടമെങ്കിലും ചോദ്യമുയർത്തേണ്ടി വരുന്നു. ഷാഹിദയുടെ മക്കൾ ഷാഹിദയുടെ ഉപദേശപ്രകാരം മാസ്റ്റർജിയുടെ അടുത്തെത്തി. മാസ്റ്റർജി അവർക്ക് വഴികാട്ടിയായി. തുടർ പഠനത്തിനും മറ്റുമായി മാസ്റ്റർജി അവരെ മറ്റൊരിടത്തേക്ക് യാത്രയാക്കി. ഷാഹിദ എന്താഗ്രഹിച്ചോ ആ ഭാവി ഷാഹിദയുടെ മക്കൾക്ക് കൈവരാൻ പോകുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.